ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ എല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിന്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്. കർത്താവിന്റെ ദാസി റിൻസി സൗദിയുടെ പ്രദേശത്തു നിന്ന് കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസിയെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദേവദാസി കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ഒരു മിനിറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ സന്നിധാനത്ത് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സാന്നിധ്യത്തിനുള്ളിൽ ഞങ്ങളെ ടെസ്റ്റിമണി പറയുവാനുള്ള ആത്മാവ് കൊടുക്കുമാറാകണമേ. വായോടും നാവോടും കൂടെ നമ്മുടെ സാന്നിധ്യം ഇരിക്കണമേ. കേൾക്കുന്ന സ്ഥലത്തിന് അത് ആത്മീയ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിച്ചാട്ട്. സിസ്റ്റത്തെയും നെറ്റ്വർക്കിനെയും എല്ലാം കൂടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. എന്ന കാലം ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കിയതിനെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പാട്ടിന്റെ ഈരടികൾ പാടിക്കൊണ്ട് സാക്ഷ്യത്തിലേക്ക് കയറാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനെ സ്തുതിച്ചിടുന്നേ വൻതീരമാല പോൽ ആഞ്ഞടിച്ചിടുമ്പോ ഭാരത നാഥനെ സ്തുതിച്ചിടുന്നേ ശൈലവുമേന്റെ സങ്കേതവും കോട്ടയുമെന്റെ പാറയുമേ ശൈലവുമെന്റെ സങ്കേതവും. ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. സ്നേഹവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദി അപ്പ. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഇടയാക്കിയ അവസരത്തെ ഓർത്ത് നന്ദി അപ്പ. ഞാൻ പറയുന്ന ഓരോ വാക്കുകളും അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാൻ, വിടുതലായി മാറുവാൻ, ദൈവശക്തിയായി മാറുവാൻ, സൗഖ്യമായി മാറുവാൻ അപ്പ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രാർത്ഥനയാൽ കേട്ടതിനായി സ്തോത്രം. സകലേശ കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. എന്റെ പേര് റിൻസി തോമസ്. ഞങ്ങൾ കുടുംബമായി സൗദി അറേബ്യയിലായിരിക്കുന്നു. എനിക്ക് ഹസ്ബൻഡ്, ഒരു മോളുണ്ട്. എന്റെ നാട്ടിലെ ഭവനം, മാതാപിതാക്കള് എനിക്കൊരു സഹോദരിയായിരുന്നു. ആ സഹോദരി ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു മർത്തോമ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെടാനായിട്ട് ഇടയായി തീർന്നത്. അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ ജനിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. എന്റെ മാതാവ് ചെറുപ്രായത്തിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ മർത്തോമയിൽ നിന്ന് തന്നെ പ്രാപിക്കാനായിട്ട് ഇടയായി. അതുകൊണ്ട് എനിക്കും വിശ്വാസത്തിൽ എന്റെ ചെറുപ്രായം തൊട്ട് വളരുവാനായിട്ട് കർത്താവ് എനിക്ക് അവസരങ്ങളെ ഒരുക്കി. എന്റെ കുഞ്ഞു പ്രായം തൊട്ട് എന്റെ മാതാവിന്റെ പ്രാർത്ഥനയാണ് എന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി വിടുതലായി മാറിയിട്ടുള്ളത്. എന്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്റെ പിതാവിന് പെട്ടെന്ന് അസുഖം ഉണ്ടായി. മൂക്കിൽ കൂടെ പഴുപ്പും തലനീരിറങ്ങി ആഹാരമൊന്നും കഴിക്കാൻ വയ്യാത്തൊരവസ്ഥ എന്റെ പിതാവിനുണ്ടായി. ആ സമയത്ത് എന്റെ മാതാവ് ഒരു കൂട്ടായ്മയിൽ എന്റെ പിതാവിനെ വിളിച്ചുകൊണ്ട് പോവുകയും ആ കൂട്ടായ്മയിൽ വെച്ച് എന്റെ പിതാവിനെ കർത്താവ് സൗഖ്യമാക്കുകയും ചെയ്തു. ആ സമയത്ത് എന്റെ പിതാവിന്റെ ജോലി നഷ്ടപ്പെട്ടു പോയായിരുന്നു. ജോലിയിൽ നിന്ന് ജോലി ചെയ്യാൻ വയ്യാതെ എന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്ന സമയമായിരുന്നു. എന്റെ മാതാപിതാക്കൾ കൂടാതെ ഞാനും എന്റെ സഹോദരിയും എന്റെ മമ്മിയുടെ പേരൻസും അവരുടെ പേരൻസിന്റെ അമ്മ, പിന്നെ പിതാവിന്റെ സഹോദരൻ, ഇത്രയും പേര് അടങ്ങുന്നതായിരുന്നു എന്റെ കുടുംബം. അത്രയും പേരെ നോക്കുവാൻ എന്റെ പിതാവാണ് നോക്കിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് പിതാവിന്റെ ജോലിയുടെ നഷ്ടപ്പെട്ടുകൊണ്ട് പോയ സമയത്ത് വളരെയധികം ഭാരത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി. എന്റെ പിതാവും വളരെയധികം തകർന്ന അവസ്ഥയിലൂടെ കടന്നുപോയി. പ്രാർത്ഥനയല്ലാതെ വേറൊരു മാർഗമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എന്റെ പിതാവ് കടന്നു വന്നു. അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയുടെ ഫലമായി കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുക്കുകയും ഒരു പുതുവഴി എന്റെ പിതാവിന് വേണ്ടി കർത്താവ് ഒരുക്കി കൊടുത്തു. അങ്ങനെ എന്റെ പിതാവും മാതാവും അങ്ങനെ ഞങ്ങൾ സന്തോഷമായി പോയിക്കൊണ്ടിരുന്ന സമയത്ത്
എന്റെ മാതാവിന് പിന്നെ ജീവിതത്തിൽ രോഗം കടന്നു വരുവാനായിട്ടിടയായി തീർന്നു. ഞങ്ങള് IPC ചുഴ ചർച്ചിനോട് ബന്ധപ്പെട്ട് പിന്നെ കൂടി വരുവാനായിട്ടിടയായി തീർന്നു. ആ സമയത്ത് എന്റെ മാതാവിന് ശ്വാസമുട്ടലുണ്ടായി, തല ഇറങ്ങി വീണ് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് അറിയുന്നത് എന്റെ മമ്മിയുടെ വാൽവിന് ഒരു കിഴുത്തുണ്ടെന്നും ഷുഗർ വളരെയധികം ഹൈ ആണെന്നും അറിയാനായിട്ട് ഇടയായി തീർന്നു. ട്രീറ്റ്മെന്റുകളൊക്കെയും ചെയ്തെങ്കിലും അതിലൊന്നും ഒരു വിടുതൽ ഉണ്ടായില്ല. അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചർച്ചിലെ ഒരു ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്ന സമയത്ത് എന്റെ മാതാവിനെ ശുശ്രൂഷ ദേവദാസൻ വന്ന് തലയിൽ കൈവയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ സമയത്ത് എന്റെ മാതാവിനെ കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി. ആ സൗഖ്യം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ വിടുതലായി, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് വിശ്വാസമായി പരിണമിക്കാനായിട്ട് ഇടയായി തീർന്നു. ചെറുപ്രായത്തിൽ തന്നെ എന്റെ മമ്മി എന്ത് അവസ്ഥ വന്നാലും ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. ചെറിയ പലവേനയോ പനിയോ ഒന്നും വന്നാൽ ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, മമ്മി തൊട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ഞങ്ങൾക്ക് സൗഖ്യം വരും. മമ്മിക്ക് എന്തെങ്കിലും അസ്വസ്ഥത വന്നാൽ എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. അങ്ങനെ ആ വിടുതലുകൾ കണ്ട് അതെന്റെ ജീവിതത്തിൽ വലിയ വിശ്വാസമായിട്ട് കർത്താവ് നൽകി. അനുഗ്രഹിക്കപ്പെട്ട PIP, അനുഗ്രഹിക്കപ്പെട്ട സൺഡേ സ്കൂൾ ഒക്കെ എനിക്ക് ചെറുപ്രായത്തിൽ ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. അതിന്റെ ജീവിതത്തിലെ വിശ്വാസ ജീവിതത്തില് വളരെ അനുഗ്രഹമായിരുന്നു. അങ്ങനെ എന്റെ സ്കൂൾ ജീവിതം കഴിഞ്ഞു. എന്റെ +2 വിദ്യാഭ്യാസം കഴിഞ്ഞ നേഴ്സിംഗിന് വേണ്ടി എനിക്ക് ബാംഗ്ലൂരിൽ അഡ്മിഷൻ ലഭിക്കാനായിട്ട് ഇടയായി. അനുഗ്രഹിക്കപ്പെട്ട ഒരു കോളേജിൽ 3 വർഷക്കാലം പഠിക്കാനായിട്ട് ഇടയായി തീർന്നു. അവിടെയും എന്റെ ജീവിതത്തിൽ 3ാമത്തെ വർഷം അവര് പറഞ്ഞതിലും 10,000 രൂപ കൂടുതൽ ഫീസ് ഞങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. ആ സമയത്ത് ഞങ്ങളുടെ സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കം ഉള്ള സമയമായിരുന്നു. അങ്ങനെ ആ എക്സാം എഴുതാതെ ഞങ്ങളെ കുറച്ചുപേരെ 2 ആഴ്ച മുമ്പ് ഞങ്ങളെ കോളേജിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ഭവനത്തിൽ വന്ന് എന്റെ മമ്മി പറഞ്ഞു, മുട്ടുമേരുന്ന് പ്രാർത്ഥിക്കുക, ദൈവം വഴികളെ ഒരുക്കും. ദൈവത്തിന് കഴിയാത്ത ഒന്നുമല്ല. അനേക വിടുതലുകളെ നമ്മുടെ ജീവിതത്തിൽ കണ്ടതാണ്. ആ സമയത്ത് എന്റെ മമ്മി അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ദൈവസ്ഥനെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. കർത്താവെ, 2 ആഴ്ച കഴിയുമ്പോൾ എക്സാം എഴുതണം, എക്സാം കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ എനിക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ആകയില്ല, എനിക്ക് വേണ്ടി കർത്താവ് വഴി ഒരുക്കണമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു 3-4 ദിവസം കഴിഞ്ഞ ശേഷം കർത്താവ് ഞങ്ങൾക്ക് അത്ഭുത വഴി ചാനലിൽ കൂടെ തുറന്നു തരികയും ആ ഫീസ് അടയ്ക്കുവാനായിട്ടും എക്സാം എഴുതുവാനുമായിട്ടൊക്കെ എന്നെ കർത്താവ് സഹായിച്ചു. എന്റെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, ദൈവത്തിന്റെ കൃപയാണ് ആ സമയത്ത് അനുഭവിക്കാനായിട്ട് എന്റെ ദൈവം എന്നെ ആ വിഷയത്തിൽ ഇടയാക്കി തീർത്തു. അങ്ങനെ എന്റെ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ഞാൻ തുടർന്ന് എവിടെയൊക്കെ പോകും, ആരും സഹായിക്കാനില്ല, ജോലി വേണം, എങ്ങനെയാ ഒന്നും അറിയില്ല. പക്ഷെ എന്റെ കൂട്ടുകാരിൽ കൂടെ എനിക്ക് സൂറത്തിലേക്ക് ജോലി ഒരുങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ സൂറത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ കർത്താവെ, അവിടെ ആരാധനാലയങ്ങളുണ്ടോ, എന്തോ എങ്ങനെയോ ആൾക്കാരൊന്നും അവിടെ ഉള്ളതായിട്ടൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ എങ്ങനെയാവാ, എനിക്ക് ആരാധനയ്ക്ക് പോകണം, പ്രാർത്ഥനയ്ക്ക് പോകണം. അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. മറ്റു പാർട്ടികൾക്ക് പോകുന്ന ഒന്നും എന്റെ ജീവിതത്തിൽ കുഞ്ഞിനെ തൊട്ടേ സന്തോഷമില്ല. ആരാധനയ്ക്ക് കൂട്ടായ്മ, ഉപവാസ പ്രാർത്ഥന, ക്യാമ്പ്, ഇതൊക്കെയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ എങ്ങനെ ഞാൻ അവിടെ കടന്നു പോകുമ്പോൾ ദൈവമേ ആരാധനയ്ക്ക് കടന്നു പോകുന്നൊക്കെ ഞാൻ ഭാരപ്പെട്ടു. അവിടെ ചെന്നപ്പം ഞാനൊരു പെന്തക്കോസ്തുകാരി ഒരു സിസ്റ്ററിനെ പരിചയപ്പെട്ടു. ആ സിസ്റ്റർ എന്നോട് ചോദിച്ചു, സിസ്റ്റർ എവിടെയാണ് പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു, എനിക്കെങ്ങും പോകാനായിട്ട് ഒരു വഴിയില്ല. അപ്പം ആ സിസ്റ്റർ പറഞ്ഞു, എന്റെ ഒരു കസിൻ ബ്രദർ ഇവിടെ ചർച്ച നടത്തുന്നുണ്ട്, നമുക്ക് അവിടെ പോവാം. അവര് വന്ന് കൊണ്ടുവരും. കർത്താവ് ഒരുക്കുന്ന ഒരു വഴി. ഞാൻ അവർക്ക് ദൈവം ആരസം കൊണ്ടുവരാൻ ഇല്ലെങ്കിലും അവര് കൊണ്ടുവരും, എല്ലാം ചെയ്തോളും, ഒന്നും ഭാരപ്പെടണ്ട. അങ്ങനെ ഞങ്ങള് അവിടെ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും പോകുവാനായിട്ട് ഇടയായി തീർന്നു. 3 വർഷക്കാലം അവിടെ ജോലി ചെയ്യുവാൻ കർത്താവിനെ സഹായിച്ചു. 3 വർഷമായപ്പോൾ എനിക്ക് മഞ്ഞപ്പിത്തത്തിന്റെ പ്രയാസം കടന്നു വന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് കടന്നു വന്നു. നാട്ടിലായിരുന്നു, ട്രീറ്റ്മെന്റ് ഒക്കെയും ചെയ്തു. 2 മാസക്കാലം നാട്ടിലായിരുന്നു. കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ ഇനി ഒരു വഴി ഞങ്ങൾക്ക് തുറക്കണം. എന്റെ പിതാവിന് എല്ലാം കൂടെ കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളില്ല, വളരെയധികം പ്രയാസമാണ്. എന്റെ ചേച്ചിയുണ്ട്, അവിടെ വിവാഹം നടക്കണം, എല്ലാം കർത്താവെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്റെ ആ കൂട്ടുകാരിൽ നിന്ന് തന്നെ എനിക്ക് വേണ്ടി ബോംബെയിലേക്ക് ഒരു വഴി തുറക്കപ്പെടുവാൻ
പോകുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ ബോംബെയിൽ കടന്നു വന്നു. അവിടെ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. ആ സമയത്ത് ഞാൻ ഓർത്തു, ദൈവമേ ഇനി അവിടെ ആര് പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകാനായിട്ടുണ്ട്? നമുക്കതാണല്ലോ മെയിൻ കാര്യം. ഞാൻ ആ വിഷയത്തെ ഓർത്ത് കർത്താവിനോട് പ്രാർത്ഥിച്ചു. എന്റെ പപ്പ എനിക്കൊരു നമ്പർ തന്നു. അവിടെ പപ്പ കൺസ്ട്രക്ഷന്റെ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തത്. ആ സമയത്ത് അവിടെ ഒരു ആന്റിയെ ഭവനത്തിൽ ആന്റിയെ പരിചയപ്പെട്ട് ആ നമ്പർ കൊടുത്ത് അങ്ങനെ എനിക്ക് ബോംബെയിൽ ഒരു ചർച്ചിലേക്ക് കടന്നു പോകാനായിട്ട് കർത്താവ് സഹായിച്ചു. 1 വർഷക്കാലം ഞാൻ ബോംബെയിലായിരുന്നു. 1 വർഷം കഴിഞ്ഞ് വെക്കേഷൻ നാട്ടിൽ കടന്നു വന്നപ്പോഴും ഞാൻ വളരെയധികം ആഗ്രഹിച്ചു പുറത്തേക്ക് കടന്നു പോകണമെന്ന്. പക്ഷെ അതിനുള്ളൊരു സാഹചര്യമോ വഴികളോ ഒന്നും എനിക്കറിയില്ല. എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. എന്നു വെച്ചാൽ എല്ലാം അബദ്ധത്തിലേക്ക് ചെന്ന് ചാടരുതല്ലോ. അങ്ങനെ ഒരു പ്രാർത്ഥനയോടെ ആ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ആന്റി എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, റിൻസി ഇതുപോലെ എറണാകുളത്ത് ഒരു ഇന്റർവ്യൂ കടന്നു വരുന്നുണ്ട്. ആ ഇന്റർവ്യൂവിൽ പോകാനായിട്ട് ഒരു ഏജന്റിന്റെ നമ്പറാണിത്, എനിക്ക് ഞങ്ങളുടെ അടുത്തുള്ള വേറൊരു ആന്റി തന്നതാന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തരാനായിട്ട് ആ ആന്റി എന്റെ കൊണ്ട് തന്നു. ഞാൻ വിളിച്ചു. അങ്ങനെ ഐസിയുന്റെ ഇന്റർവ്യൂ ആന്ന് പറഞ്ഞ് ഞാൻ പോകാനായിട്ട് എല്ലാം തീരുമാനിച്ചു. അന്ന് എന്നോട് രാവിലെ ആ ഏജന്റ് പറഞ്ഞു ഫോട്ടോ വേണമെന്ന്. എന്റെ സർട്ടിഫിക്കറ്റ് അല്ലാതെ വേറെ ഒന്നുമില്ല. അങ്ങനെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ തിരുവല്ലായി പോയി ഫോട്ടോ എടുക്കാനായി പോയപ്പോൾ അവിടെ വെച്ച് എന്നെ ഓട്ടോ ഇടിപ്പാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ഓട്ടോ ഇടിച്ച് ആ റോഡിൽ വീണു. എന്റെ കൈക്ക് ചെറിയൊരു തട്ടിയതേ ഉള്ളൂ. വേറൊന്നും കൂടാതെ വേണം ആ അനർത്ഥത്തിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചു. അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് പോവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ചെന്ന സമയത്ത് പിറ്റേ ദിവസം രാവിലെ ഇന്റർവ്യൂ ആണ്. രാത്രി അവിടെ ഒരു ഹോട്ടലിന്റെ അടുത്ത് എന്റെ പപ്പായും വേറെ 2 കൂട്ടുകാരും ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് അവിടെ ആയി. പിറ്റേ ദിവസം രാവിലെ ഏജന്റ് എന്നോട് പറയാ, സിസ്റ്ററെ ഐസിയുന്റെ വേക്കൻസി ഇല്ല, നിയോനേറ്റൽ ഐസിയു പീഡിയാട്രിക് ഐസിയു മാത്രമേ ഉള്ളെന്ന്. ഞാൻ പറഞ്ഞു, കർത്താവെ ഇനി എന്തോ ചെയ്യും? അപ്പം അദ്ദേഹം പറയാം, ഒരു കാര്യം ചെയ്യും, ബയോഡാറ്റ വെച്ച് നമുക്ക് കൊടുക്കാം, സിസ്റ്ററിന്റെ ലക്ക് പോലെ കിട്ടും. നിങ്ങൾക്ക് 3 പേർക്കും അങ്ങനെ തന്നെ ലക്കുണ്ടെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇതല്ല വഴി എന്ന് വിചാരിച്ചാൽ മതി. എന്റെ കർത്താവ് എനിക്ക് ഭയങ്കര ബലം തന്നു. ഞാൻ ചിരിച്ചുകൊണ്ട് അതിനെ നേരിട്ടു. അങ്ങനെ ബയോഡാറ്റ അതിൽ കൊടുക്കുകയും ഞങ്ങൾ 3 പേര് ഇന്റർവ്യൂവിനകത്ത് കയറി. രാവിലെ മുതൽ ഇന്റർവ്യൂ തുടങ്ങിയാണ്. രാത്രി 9:30 ആയിട്ടും ഞങ്ങളെ വിളിക്കുന്നില്ല. ഞങ്ങളിങ്ങനെ എനിക്ക് ബുക്കോ പുസ്തകമോ ഒന്നുമില്ല. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് അന്യഭാഷയെ പ്രാർത്ഥിച്ച് സ്തോത്രത്തിൽ എല്ലാവരും നോക്കുമ്പോ എല്ലാം പഠിച്ച ഒരു കൊച്ചിനെ പോലെ ഇങ്ങനെ നടക്കുകയാണ്. എനിക്കറിയാം എന്റെ കപ്പച്ചൻ എന്നോട് കൂടെ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. അതുപോലത്തെ ഒരു അവസ്ഥ ആയിരുന്നു ആ സമയത്ത്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരുന്നു. ഡയാലിസിസിന്റെ ഇന്റർവ്യൂ അവിടെ ഉണ്ടായിരുന്നു. ആ ഡോക്ടറിന്റെ എല്ലാം കാൻഡിഡേറ്റ്സ് എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ കുറെ ഫയൽ എടുത്ത് വിളിക്കാനായി തുടങ്ങി. ആ ഇതില് എന്റെ ഫയലും ആയി തീരാനായിട്ട് ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ലെന്ന് ദൈവനെ അവിടെ വെച്ച് പഠിപ്പിച്ചു. ഡോക്ടറിനും പീഡിയാട്രിക്കിന്റെ ഒന്നും അറിയില്ല, എനിക്കും ഒന്നും അറിയില്ല. ഡോക്ടർ ജനറൽ ആയിട്ടുള്ള ഐസിയുന്റെ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചു. അത് ആൻസർ പറയുവാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പാസ്സായി ഈ സൗദി അറേബ്യയിലേക്ക് വരുവാനായിട്ട് കർത്താവ് സഹായിച്ചു. കർത്താവ് മുന്നമേ സകലതും കരുതിയതാണെന്ന് എനിക്ക് അതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സഹായിച്ചു. ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഒരു നോളജ് ഇല്ലെങ്കിലും കർത്താവാണ് സകലത്തിലും മതിയായവനെന്ന് എനിക്ക് ആ വിഷയത്തിൽ അറിയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ ഇവിടെ കടന്നു വന്നു. എനിക്ക് പോസ്റ്റ് കിട്ടിയത് OB ഗൈനി വാർഡിലാണ്. ഞാൻ ഓർത്തു, ദൈവം ഇവിടെ വന്നു കഴിഞ്ഞാൽ പീഡിയാട്രിക്കിൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ മുമ്പോട്ട് പോകുമെന്നൊക്കെ ഞാൻ ഭാരപ്പെട്ടു. പക്ഷെ എന്റെ ഭാരത്തെ കർത്താവ് എടുത്തു കളഞ്ഞിട്ട് എന്നെ OB ഗൈനി വാർഡിലേക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. അവിടെ വന്ന് അവരോട് കൂടെ നിന്ന് പഠിക്കുവാനും കാര്യങ്ങളൊക്കെ ചെയ്യുവാനും പെട്ടെന്ന് തന്നെ ചാർജേഴ്സായി മാറുവാനും ഒക്കെ കർത്താവ് എന്നെ സഹായിച്ചു. ഇവിടെ വന്ന എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്റെ മാതാപിതാക്കൾക്ക് ഒരു ഭവനം വെച്ചു കൊടുത്തിട്ട് വേണം എനിക്ക് വിവാഹം കഴിക്കാമെന്ന്. ആ ആഗ്രഹത്തെ കർത്താവ് എനിക്ക് സാധിപ്പിച്ചു തന്നു. 2 വർഷം ജോലി ചെയ്തതിനു ശേഷം എനിക്ക് ഒരു ഭവനം പണിയുവാനും അതിൽ കയറി താമസമൊക്കെ നടത്തുവാനും കർത്താവിനെ സഹായിച്ചു. 2011 ജാനുവരി മാസത്തിൽ അതിൽ കയറി താമസിപ്പാൻ കർത്താവിനെ സഹായിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വിവാഹത്തിന്റെ കാര്യത്തിലേക്ക് എല്ലാവരും എന്നോട് പറഞ്ഞു. വിവാഹത്തിന്റെ ആലോചനയൊക്കെ വന്നു. 2010
2011 നവംബർ മാസം തന്നെ, ആ വർഷം തന്നെ നവംബർ മാസം 30-ാം തീയതി എന്റെ വിവാഹം നടക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഇവിടെ വെച്ച് തന്നെ ഒരു ആലോചന കടന്നു വന്നു. അങ്ങനെ എന്റെ വിവാഹം നടക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചു. ഞങ്ങള് പെന്തക്കോസ്തിൽ പോയപ്പോൾ അനേകര് എന്റെ മാതാപിതാക്കൾ നോക്കി പറഞ്ഞു, നിനക്ക് 2 പെമ്പിള്ളാരാണ്, എങ്ങനെ അവരുടെ കാര്യങ്ങൾ, അവരുടെ വിവാഹം എങ്ങനെ നടക്കുമെന്ന്. പക്ഷെ അവരുടെ മുമ്പിൽ അത്ഭുതകരമായി കർത്താവ് അതൊക്കെ നടത്തി തരുവാൻ കർത്താവ് സഹായിച്ചു. എന്റെ ദൈവത്തിന്റെ മഹത്വം അല്ലാതെ എനിക്ക് ഒന്നും പറയാനായിട്ടില്ല. ദൈവം അതിനൊക്കെ കർത്താവ് കൃപ തന്ന എല്ലാ കാര്യങ്ങളും മനോഹരമായി നടപ്പാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങൾക്ക് കുടുംബം ഇവിടെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. ഇവിടെ ഞങ്ങൾ കുടുംബമായി താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് 7 മാസം കഴിഞ്ഞിട്ടാണ് എന്റെ വിരലിന് ഒരു വേദന കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ആർത്രൈറ്റിസിന്റെ സിംറ്റം ആണെന്ന് പറയാനായിട്ട് ഇടയായി. പക്ഷെ ബ്ലഡില് റൊമാറ്റിക് ആർത്രൈറ്റിസ് നോക്കുമ്പോൾ ഇത് നോർമലാണ്, പക്ഷെ ആർത്രൈറ്റിസിന്റെ സിംറ്റം എനിക്കുണ്ട്. ആ വിരലിന്റെ വേദന കാണിച്ച ഡോക്ടർ എനിക്ക് മരുന്ന് തന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു ആയുർവേദമാണ് നല്ലത്, ആയുർവേദത്തിൽ കാണിക്കാമെന്ന്. അങ്ങനെ ആയുർവേദത്തിൽ കൊണ്ടുപോയി കാണിച്ച് അവിടെ നോക്കിയപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു പ്രഗ്നൻസി ആണോ, പ്രഗ്നന്റ് ആണോ എന്ന് ചോദിക്കാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞു അല്ല, പ്രഗ്നന്റ് അല്ല. അങ്ങനെ ഡോക്ടർ പ്രഗ്നന്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മരുന്ന് തന്നു. 6 മാസം പ്രഗ്നന്റ് ആകരുത്, 6 മാസം ഈ മരുന്ന് കഴിക്കണമെന്നൊക്കെ പറയാനായിട്ട് ഇടയായി. ആ മരുന്ന് ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് സെൻസേഷനും എനിക്ക് ഭയങ്കര അസ്വസ്ഥതകളും ഒക്കെ നേരിട്ടു. അപ്പൊ ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് നോക്കി, പ്രഗ്നൻസി ടെസ്റ്റില് നെഗറ്റീവ് ആണ്. 2 മാസം ആയിട്ടും നെഗറ്റീവാ കാണിക്കുന്നത്. ഞാൻ അങ്ങനെ OB-GYN ഡോക്ടറിനെ കാണിക്കാനിടയായി. ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, നമുക്ക് ഹോർമോൺ ടെസ്റ്റ് ചെയ്യണം, 5 ദിവസക്കാലം അതിന്റെ മരുന്നെടുക്കണം എന്ന് പറയാനിടയായി. ആ 5 ദിവസം ഞാൻ മരുന്നെടുത്തു. 5 ദിവസം മരുന്നെടുത്തിട്ടും എനിക്ക് യാതൊരു ഇതുമില്ല. പ്രഗ്നൻസി ചെയ്ത് നോക്കുക, നെഗറ്റീവ് തന്നെ. ഒന്നും ബ്ലഡിൽ പോലും കാണിക്കാനായിട്ടില്ല എനിക്ക്. പക്ഷേ പ്രഗ്നൻസിയുടെ സകല സിംറ്റമും ഉണ്ട്. വോമിറ്റിംഗ് സെൻസേഷനേ ഉള്ളൂ, വോമിറ്റിംഗ് ആയിട്ടില്ല. ഒരു 1 വീക്കും കൂടെ ഞാൻ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ഒരു നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വോമിറ്റ് ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ വോമിറ്റ് ചെയ്തപ്പോൾ ഞാൻ പിന്നെയും പോയി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഏകദേശം 2-2.5 മാസത്തോളമായി. ഞാൻ നോക്കിയപ്പോഴാണ് ഞാൻ പ്രഗ്നൻസി പോസിറ്റീവാണ്. ഞാൻ വളരെയധികം ദൈവസന്നിധിക്കാരൻ, ദൈവമേ ഞാൻ എന്ത് ചെയ്യും, ഉള്ള മരുന്നെല്ലാം കഴിച്ചു, ഇനി എന്താണ് ഇനി ചെയ്യാനുള്ളത്, എനിക്കൊന്നും അറിയില്ല. ഞാൻ എന്റെ ഹസ്ബൻഡിനെ ആ രാത്രി തന്നെ വിളിച്ചുണർത്തി ഹസ്ബൻഡിനോട് പറഞ്ഞു, ഹസ്ബൻഡിനെ ധൈര്യപ്പെടുത്തി, ഒന്നും ഭാരപ്പെടണ്ട, കർത്താവ് തന്നല്ലേ, കർത്താവ് അതിന്മേൽ പ്രവർത്തിച്ചോളും. അങ്ങനെ ഞാൻ ഈ പിറ്റേ ദിവസം തന്നെ ഈ OB-GYN ഡോക്ടറെ കാണാനിടയായി. ആ ഡോക്ടർ ആണെങ്കിൽ മലയാളിയാണ്, ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടുകാരിയാണ്, പക്ഷെ വചനമൊക്കെ ശുശ്രൂഷിക്കും. ആ ഡോക്ടറിന്റെ വാക്കുകൾ എന്നെ ഭയങ്കരധികം ബലപ്പെടുത്തി. ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർ നിങ്ങളൊന്നും ഭാരപ്പെടണ്ട, നിങ്ങൾ 2 പേരും വയറെ കൈവച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയാനായിട്ട് ഇടയായി തീർന്നു. ആ വാക്കുകൾ എന്നെ ഭയങ്കരമായിട്ട് ബലപ്പെടുത്തി. കർത്താവേ, എനിക്ക് ഇത്രത്തോളം എനിക്ക് നടത്തിയ ദൈവം ഇനി നടത്താൻ ശക്തനെന്ന് ഞാൻ വിശ്വസിച്ചോണ്ട് ഞാൻ പോവാ. ഞാൻ എന്നിട്ട് എല്ലാ ദിവസവും എന്റെ ഹസ്ബൻഡും ഞാനും കൂടെ വയറെ കൈവച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അത്ഭുതകരമായി ആ അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺപൈതലിനെ കർത്താവ് ഞങ്ങൾക്ക് ദാനം ചെയ്തു. ആ 10 months എനിക്ക് യാതൊരു വേദനയോ ആർത്രൈറ്റിസിന് യാതൊരു സിംറ്റമോ യാതൊരു സ്വെല്ലിങ്ങോ ഒന്നും എന്റെ ശരീരത്തിൽ ഉണ്ടായില്ല. ഞാനത് മിനിസ്ട്രി ജോലി ചെയ്യുമ്പം നമ്മുടെ എന്നാണ് ഡെലിവറി ആകുന്നത് അന്ന് വരെ നമുക്ക് ജോലി ചെയ്യണം. അന്ന് വരെ ജോലി ചെയ്യുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. യാതൊരു വേദനയാട്ടെ യാതൊരു ഭാരമാട്ടെ എനിക്കുണ്ടായില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വളരെയധികം ശക്തീകരിച്ച് ആ സമയങ്ങളിൽ എന്നെ നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ വിചാരിച്ച കർത്താവ് എന്നെ സൗഖ്യമാക്കിയതായിരിക്കും, പിന്നെ ഇനി ഈ വിഷയം ഉണ്ടാകത്തില്ല എന്നായിരുന്നു എന്റെ വിചാരം. അങ്ങനെ ഞാൻ കടന്നുപോയി. 10 ദിവസം CS ആയിരുന്നു. 10 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലിയിൽ നിന്ന് ടെർമിനേഷൻ ലെറ്റർ ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെ സൗദി വൽക്കരണം അന്ന് 2013 തുടങ്ങി. എല്ലാ നോൺ സൗദികളെ ഇവിടുന്ന് വിടണമെന്നുള്ള നിയമം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വന്നു. 450ഓളം സിസ്റ്റർമാർക്ക് വന്നു. അതിൽ എനിക്കും വരുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. കർത്താവെ, ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഇനി അടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവിടെ നിന്ന് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് അതും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എനിക്ക് ജോലി പോയി കഴിഞ്ഞാൽ എന്റെ മാതാപിതാക്കളുടെ കാര്യങ്ങൾ നോക്കണം, എന്റെ അച്ഛന്റെ മാതാപിതാക്കളുടെ എങ്ങനെ ഇതെല്ലാം നടക്കാനായിട്ട് ഇടയായിത്തീരും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ഭാരപ്പെട്ടപ്പോൾ 3 മാസം അങ്ങനെ ജോലി ഇല്ലാതെ പോയി. അങ്ങനെ ആ സമയത്ത് അവിടുന്ന് തന്നെ എന്നെ തിരിച്ചു വിളിച്ചു, ലോക്കം കോൺട്രാക്റ്റിൽ എടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ലോക്കം കോൺട്രാക്ട്
കോൺട്രാക്റ്റിൽ അവിടെ ജോയിൻ ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. ആ സമയത്ത് ഈ എന്റെ ഡെലിവറി കഴിഞ്ഞു, ജോലി പോയി, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഷെയറിംഗിലാണ് താമസിച്ചത്. അദ്ദേഹമാണെങ്കിൽ ഞങ്ങളെ വിളിച്ചു പറയാ ഞാൻ ഇനിയും വരുന്നില്ലെന്ന്. അങ്ങനെ ഇത് വലിയൊരു എക്സ്പെൻസ് ആയിട്ടുള്ള 18,000 റിയാലിന്റെ വീടായിരുന്നു. ആ വീട്ടില് ഹാഫ് ഷെയറിംഗ് ആയിരുന്നു ഞങ്ങള്. അദ്ദേഹം നാട്ടിൽ അന്ന് പോയതാണ് ഞങ്ങൾ ഷെയറിംഗിന് വന്ന സമയത്ത്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ പേയ്മെന്റ് കൂടെ 3 മന്ത് അടച്ചു. നെക്സ്റ്റ് 3 മന്ത് കൂടെ അടയ്ക്കാൻ 6 മന്ത് അടയ്ക്കാത്ത ടൈം ആയപ്പോൾ അദ്ദേഹം വിളിച്ചു പറയാ ഇനി 2-3 ദിവസം കൂടെ ഉള്ളൂ, അദ്ദേഹം വരത്തില്ല എന്ന്. എന്റെ ജോലി പോയി, പെട്ടെന്ന് കുഞ്ഞുണ്ടായി, കുഞ്ഞും എന്റെ മമ്മി ഇവിടെ ഉണ്ട്. അടുത്ത വീട് ഷിഫ്റ്റിങ്ങിന്റെ കാര്യം ഒട്ടും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. പുതിയൊരു വീട് എടുക്കുന്നതിന് പിന്നെയും പൈസ കൊടുക്കണം, ഇതെല്ലാം ചേഞ്ച് ചെയ്യണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള സമയമാണ്. ആ സമയം ഞാൻ തകർന്നുപോയി, മാനസികമായിട്ട് വളരെയധികം തകർന്നുപോയി. ജോലിയിലെ പോയ സങ്കടം, ഇത് മാറണം എന്ന് പറഞ്ഞ സങ്കടം. പെട്ടെന്ന് തന്നെ ഞങ്ങൾ എന്റെ കൂട്ടുകാരെല്ലാം കൂടി ഒരു വീട് സംഘടിപ്പിച്ച് ഞങ്ങൾ അതിലേക്ക് മാറാനായിട്ട് ഇടയായി തീർന്നു. ആ സമയത്ത് എന്റെ ഹസ്ബൻഡിനും വലിയൊരു വിഷയം അവരുടെ കമ്പനിയിലുണ്ടായി. അദ്ദേഹത്തെ ഒരു പാകിസ്ഥാനി അടിക്കാനായിട്ട് ഇടയായി തീർന്നു. ഒരു ചെവി ഇടവേലാണ് അടിച്ച് താഴെ വീഴാനായിട്ട് ഇടയായി. ഇതുകൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ തകർന്നു പോയി, മാനസികമായിട്ട് വളരെയധികം തകർന്ന് പോസ്റ്റ്മോർട്ടം സൈക്കോസിസിലേക്ക് ഞാൻ പോകാനായിട്ട് ഇടയായി തീർന്നു. അന്ന് രാത്രി ഞാൻ പറയുന്നത് എന്തെന്ന് എനിക്കറിയത്തില്ല. എന്റെ മമ്മിയും എന്റെ അച്ചാച്ചനും ഭയങ്കരമായിട്ട് വിഷമിക്കാനും കരയാനായിട്ട് ഇടയായി, ഇവൾക്ക് എന്ത് പറ്റിയെന്നുള്ള ഇതില്. ആ സമയത്ത് 2 ദിവസം കഴിഞ്ഞപ്പോ എന്റെ മമ്മി എന്നോട് പറഞ്ഞു കുടുംബ പ്രാർത്ഥനയിൽ റിൻസി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് പരിശുദ്ധാത്മാവിന്റെ അളവറ്റ ശക്തി എന്റെ മേൽ പകർന്നിട്ട് ആ അവസ്ഥ എന്നിൽ നിന്ന് നീങ്ങി മാറുവാനായിട്ട് ഇടയായി തീർന്നു. എന്റെ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തില് ഏത് പ്രതികൂലങ്ങൾ വന്നാലും കർത്താവാണ് വിടുവിക്കുന്നതെന്ന് അങ്ങ് ആ സമയത്ത് എന്റെ ജീവിതത്തെ രുചിച്ചറിയാനായിട്ട് കർത്താവ് സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ കടന്നുപോയി, ജോലിക്ക് കടന്നുപോയി. 3 വർഷം കഴിഞ്ഞപ്പോ അതിന്റെ ഇടയ്ക്ക് 3 മാസം ജോലി ചെയ്യും, 2 മാസം വീട്ടിൽ ഇരിക്കും, പിന്നെ അടുത്ത കോൺട്രാക്ട് വരണം. ആ കോൺട്രാക്റ്റിൽ അടുത്തതിൽ കയറും, പിന്നെ 3 മാസം ജോലി ചെയ്യും, പിന്നെ 1 മാസം വീട്ടിൽ ഇരിക്കും. അങ്ങനെ 3 ഇയർ എന്റെ കഴിഞ്ഞു. ആ 3 ഇയറിൽ 1 ഇയർ മാത്രമേ ഞാൻ ജോലി ചെയ്തുള്ളൂ. ആ സമയത്തൊക്കെ ഫൈനാൻഷ്യലി ഒത്തിരി പ്രോബ്ലങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നെങ്കിലും ഞങ്ങളെ എല്ലാം കർത്താവ് സഹായിച്ചു നടത്തി. എന്റെ മമ്മി കുഞ്ഞിനെ നോക്കാനായിട്ട് 9 മാസക്കാലം ഇവിടെ വരുവാനും കടന്നു പോകാനും ഒക്കെ അന്ന് സഹായിച്ചു. അങ്ങനെ 2016 അവിടുന്ന് ലോക്കും കോൺട്രാക്ട് തീർന്നു എന്ന് പറയാനായിട്ട് ഇടയായി. ഇനി അടുത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇരുന്ന സമയത്ത് പ്രൈവറ്റിലേക്ക് എല്ലാരും പറഞ്ഞു പ്രൈവറ്റിലേക്ക് നമുക്ക് മാറാം. അപ്പം ഞാൻ വന്ന സമയത്ത് ഇവിടെ സൗദിയുടെ എക്സാം ഇല്ലാതെയാണ് എനിക്ക് ലൈസൻസ് കിട്ടിയത്. അന്ന് ആ റൂൾ ഇല്ലായിരുന്നു ഗവൺമെന്റിന്. അങ്ങനെ ലൈസൻസ് കിട്ടിയത്. പക്ഷെ പ്രൈവറ്റിൽ പോകുമ്പോൾ പുതിയൊരു എക്സാം എഴുതി ആ ലൈസൻസ് കിട്ടി മാത്രമേ പ്രൈവറ്റിൽ അവർ നമ്മളെ എടുക്കത്തുള്ളൂ. അങ്ങനെ പ്രൈവറ്റിൽ അപ്ലൈ ചെയ്തു. എനിക്ക് ഇവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലില് കുറഞ്ഞ സാലറിയിൽ ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. അവിടെ കയറിയതിനു ശേഷമാണ് എന്റെ എക്സാം എഴുതാനുള്ള നമ്പർ അവരെടുക്കാനായിട്ട് ഇടയായി തീർന്നത്. ഡേറ്റ് എനിക്ക് കിട്ടുന്നില്ല. 6 മാസമാണ് ഇതിന് കാലാവധി ഉള്ളത്. ആ 6 മാസത്തിനുള്ളിൽ നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് എടുക്കണം. 3 അറ്റംപ്റ്റ് ആണുള്ളത്. ആ 3 അറ്റംപ്റ്റ് ഈ 6 മാസത്തിനുള്ളിൽ ചെയ്തിരിക്കണം. പക്ഷെ എനിക്ക് എന്ത് നോക്കിയിട്ടും ഇത് ഡേറ്റ് എടുക്കാനായിട്ട് പറ്റുന്നില്ല. എന്നെ HR നിന്ന് വിളിച്ചു പറഞ്ഞു 6 മന്ത് ആണ് ഇതിലുള്ളത്, 5 മന്ത് ഓൾറെഡി കഴിഞ്ഞു, ഇനിയും ഡേറ്റ് കിട്ടിയില്ലെങ്കിൽ നിനക്ക് എഴുതാൻ പറ്റിയല്ല. ഡേറ്റ് കിട്ടിയെങ്കിൽ ഈ ഒരു 1 ചാൻസിനുള്ളിൽ നീ അതിന് പാസ്സായിരിക്കണം എന്ന് പറയാനിട്ടിടയായി. ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ വന്ന് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനിടയായി. കർത്താവെ, എനിക്ക് ഡേറ്റ് കിട്ടണം, അതെന്താണ് എനിക്ക് പ്രശ്നം? എല്ലാവർക്കും കിട്ടി, എല്ലാരും എഴുതി, എല്ലാരും പാസ്സായല്ലോ. എന്റെ കർത്താവെ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും തുടങ്ങി. ആ സമയത്ത് അവരെന്നെ 2 ദിവസം കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഡേറ്റ് കിട്ടിയെന്ന്. ആ ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാകണം. ദൈവം എന്നെ ബലപ്പെടുത്തി. ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ റിസൾട്ട് വന്നപ്പോൾ ജയിച്ചു എന്ന് കേൾക്കുവാനായിട്ട് കർത്താവിനെ സഹായിച്ചു. എല്ലാം ദൈവത്തിന്റെ കരുണയല്ലാതെ എനിക്കൊന്നും പറയാനായിട്ടില്ല. അങ്ങനെ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലില് 2 വർഷക്കാലം ജോലി ചെയ്യാനായിട്ട് കർത്താവ് സഹായിച്ചു. 2018 സമയത്ത്
ആ ഹോസ്പിറ്റലിന് വളരെ ക്രൈസിസ് ഉണ്ടായി. ആ ഹോസ്പിറ്റലിൽ പൂട്ടേണ്ട അവസ്ഥയിലേക്ക് വന്നു. ആ സമയത്ത് ഇനി എവിടേക്ക് പോകുമെന്നറിയാതെ ഇരുന്ന സമയത്ത് കർത്താവ് എനിക്ക് വേണ്ടി വേറൊരു വഴി, വേറൊരു റീഹാബിലിറ്റേഷൻ സെന്ററിലെ ഒരു ഹോസ്പിറ്റല് ഒരു ഇതിനേക്കാളും നല്ല സാലറിയോട് കൂടെ ലഭിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. അവിടെ കടന്നു ചെന്ന മുതല് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ട് എനിക്ക് ലഭിക്കാൻ, ദൈവമക്കളെ കൂട്ടായിട്ട് ലഭിക്കാനായിട്ട് ഇടയായി. 1 year ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ആ ഹോസ്പിറ്റൽ ഓപ്പൺ ആയത്. എല്ലാ ദിവസവും 8 മണിക്കൂർ പോയി ഡ്യൂട്ടിക്ക് ഇരിക്കണം, വെറുതെ ഇരിക്കുക. ആ 8 മണിക്കൂറും ഞങ്ങൾ 5-6 പേര് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥനയാണ്. ഞങ്ങളെ എല്ലാരും പ്രാർത്ഥനക്കാരെന്നുള്ളൊരു ലേബലിലേക്ക് മാറാനായിട്ടിടയായി. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി 1 year കൊണ്ട് കഴിഞ്ഞപ്പോൾ ആ ഹോസ്പിറ്റൽ ഓപ്പൺ ആകാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഹോസ്പിറ്റൽ ഓപ്പൺ ആയി കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര അവിടെ റീഹാബിലിറ്റേഷൻ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം പാരലൈസ് ആയത്, ഫുള്ള് ബെഡ് റിഡൻ ആയത്, ആക്സിഡന്റില് ഫുള്ള് ബെഡ് റിഡൻ ആയ അങ്ങനെയുള്ള പേഷ്യന്റ് ആണ്. വളരെയധികം കഷ്ടപ്പാടായിരുന്നു അവിടെ ഞാൻ കടന്നുപോയത്. പക്ഷെ അവിടെ നിന്നൊക്കെയും ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നു. എന്റെ ജീവിതത്തില് ഒത്തിരി ആൾക്കാരെ, അതായത് മാനസികമായി തകർന്നവരെ, ശാരീരികമായി തകർന്നവരെ ഒക്കെ ബലപ്പെടുത്തുവാൻ എന്റെ കർത്താവിനെ സഹായിച്ചു. അങ്ങനെ 2021 കോവിഡിന്റെ സമയമായപ്പോൾ എന്റെ ഭവനത്തിലും കോവിഡ് ആഞ്ഞടിക്കാനായിട്ട് ഇടയായി തീർന്നു. എന്റെ ചേച്ചിക്കാണ് ആദ്യം കടന്നു വന്നത്. 2 ദിവസം കഴിഞ്ഞപ്പോ എന്റെ മമ്മിക്ക് കടന്നു വന്നു. അവർ 2 പേരും ഒരുമിച്ച് കോഴഞ്ചേരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാനായിട്ട് ഇടയായി തീർന്നു. എന്റെ ചേച്ചിക്ക് പ്രയാസങ്ങളൊന്നുമില്ലായിരുന്നു, ചെറിയതായിട്ട് ന്യൂമോണിയ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ മമ്മിയെ അവര് കൂടുതൽ കെയർ ചെയ്തു. മമ്മിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഡയബറ്റിക്, കൊളസ്ട്രോൾ ഇതൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഹോസ്പിറ്റൽ വളരെയധികം മമ്മിയെ കെയർ ചെയ്തു. പക്ഷെ എന്റെ ചേച്ചിക്ക് വേറൊരു പ്രശ്നങ്ങളില്ലായതുകൊണ്ട് അവളെ വലിയ കെയർ ഒന്നും കൊടുത്തില്ല. പക്ഷെ അവളാണ് ഇതിലേക്ക് അങ്ങ് പോവാനായിട്ട് ഇടയായി. ന്യൂമോണിയ അങ്ങ് കൂടി 16 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ നാട്ടിൽ നിന്ന് വിളിച്ചു പറയാനായിട്ടിടയായി, ഇവിടുന്ന് നമുക്ക് പ്രൈവറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഞാൻ പ്രൈവറ്റിലേക്ക് മാറ്റുവാനായിട്ട് ഇടയായി. 3 ദിവസം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ആ സമയത്ത് എന്റെ മമ്മി കോഴഞ്ചേരിയിൽ അഡ്മിറ്റ്, എന്റെ ചേച്ചി വേറൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റ്. വളരെയധികം തകർന്നു പോയ സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി. എനിക്കറിയില്ല എനിക്കതെങ്ങനെ പറഞ്ഞ് അറിയിക്കണം. അതുപോലെ തരം മാനസികമായും ഞാൻ തകർന്ന അവസ്ഥയിലേക്ക് കടന്നുപോയി. ആ സമയത്ത് എന്റെ ശരീരത്തിൽ ഈ ആർത്രൈറ്റിസിന്റെ സിംറ്റം കൂടാനായിട്ടിടയായി. എന്റെ ജോയിന്റ്സുകളിലെല്ലാം അങ്ങ് നീർക്കെട്ടായി. എന്റെ ശരീരം മുഴുവൻ ടോക്സിൻസ് ലെവൽ വളരെയധികം ഹൈ ആയിട്ട് മുഴുവൻ ചൊറിഞ്ഞു പൊട്ടി, എന്റെ ഫുൾ ബോഡി ചൊറിഞ്ഞു പൊട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ കടന്നുപോയി. ആ സമയത്ത് എനിക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല, ഇവിടുന്ന് ഫ്ലൈറ്റ് എല്ലാം ഇല്ലാത്ത സമയമായിരുന്നു. എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ ഡ്യൂട്ടിക്ക് കടന്നു പോകണം. ഞാൻ എന്നും പ്രാർത്ഥിച്ച് എന്നെ അച്ഛൻ അവിടെ വരെ പ്രാർത്ഥിച്ചു കൊണ്ടുവിടും. തിരിച്ച് ഞാൻ വന്നു കഴിയുമ്പം, അവിടുന്ന് ഇറങ്ങിക്കഴിയുമ്പം, വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഞാൻ ഓക്കെ ആകും. ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പിന്നെ എനിക്ക് കാലിലെല്ലാം നീരായി വളരെയധികം വിഷമത്തിലൂടെ ഞാൻ കടന്നുപോയി. ആ 19-ാം ദിവസം എന്റെ ചേച്ചി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ആ സമയത്ത് ഞാൻ ഫുള്ളി ബെഡിലായി പോയ ഒരവസ്ഥയിലേക്ക് ഞാൻ കടന്നുപോയി. എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, വചനം വായിക്കാൻ കഴിയുന്നില്ല, തകർന്നു പോയ അവസ്ഥകള്. എന്റെ മമ്മിയുടെ അടുത്ത എനിക്ക് മമ്മിയെ കുറിച്ചുള്ള ചിന്തയായി, മമ്മിയുടെ അവസ്ഥ എങ്ങോട്ട് പോകും, എന്റെ പപ്പായെ കുറിച്ചുള്ള ചിന്തയായി, എനിക്ക് ആരോട് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി, ഞാന് വചനം വായിക്കാൻ പറ്റാത്തൊരവസ്ഥ, തകർന്ന് കട്ടിലെ മാത്രം കിടക്കുന്ന ഒരവസ്ഥ. ഞാൻ 10 ദിവസം വെക്കേഷൻ എടുത്തു. അങ്ങനെ ഞാൻ ഭവനത്തില് ബെഡേ കിടക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ കാണുകയാണ് ഈ പാട്ട്, ശൈലവും എന്റെ സങ്കേതവും. ഈ പാട്ട് ഞാൻ എത്ര തവണ പാടിയെന്ന് എനിക്കറിയില്ല. അത്രയും തവണ, രാവിലെ തൊട്ട് വൈകിട്ടോളം. ഞാൻ മാത്രമേ ഉള്ളൂ. മോള് സ്കൂളിൽ പോവും, അച്ചാച്ചൻ ഡ്യൂട്ടിക്ക് പോവും. ഞാൻ ഇതിൽ കടന്ന് ഈ പാട്ട് അലേറി പാടാനായിട്ടിടയായി. പരിശുദ്ധാത്മാവിൽ ബ്ലസ്ഫാസമയോട് കൂടെ ഈ പാട്ട് ഞാൻ പാടി 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 പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നെ പകർന്ന് കർത്താവിനെ എഴുന്നേൽപ്പിക്കാനിടയായി. ഞാൻ എഴുന്നേറ്റ് നടക്കാനിടയായി. എന്റെ ശരീരത്തിന്റെ അവസ്ഥകൾക്ക് ഓരോ ദിവസവും ചേഞ്ച് വരാനായിട്ട് ഇടയായി തീർന്നു. ഈ അവസ്ഥയെ ടോളറേറ്റ് ചെയ്യുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. നാട്ടില് എന്റെ ചേച്ചിയുടെ ഈ അടക്ക ശുശ്രൂഷ എല്ലാം
വളരെയധികം ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു, ആർക്കും കടന്നു ചെല്ലാൻ വയ്യാത്ത ഒരവസ്ഥയായിരുന്നു. ഇതിനകത്തില് പ്രത്യേക വണ്ടികൾ, അതിനൊക്കെ പ്രത്യേക സാങ്ഷനുകൾ ഒക്കെ വേണം. ഞങ്ങളുടെ ചർച്ചിലെ IPC ചർച്ചിലെ ദൈവദാസനെയും ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്ന മെമ്പർ, ബ്ലോക്ക് മെമ്പറാണ്, അദ്ദേഹത്തെയും ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. എന്റെ പിതാവും ചേട്ടനും മാത്രമേ നാട്ടിലുള്ളായിരുന്നു. മമ്മി ഹോസ്പിറ്റലിൽ, ഞാൻ ഇവിടെ, വേറെ ആരും സഹായിക്കാനില്ല. കോവിഡ് കാരണം ആരും റിലേറ്റീവ് ഒന്നും നമ്മുടെ വീട്ടിൽ പോലും വരത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. ആ അവസ്ഥയില് ഇവര് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഇസഡ് ഈ ദൈവദാസനെയും ഈ സഹോദരനെയും കർത്താവ് ഒരുക്കി. അനേക നിന്ദിക്കപ്പെട്ട വേളകൾ, അനേകര് പരിഹസിച്ചു ഞങ്ങളെ, അനേകർ നിന്ദിക്കപ്പെട്ടു. അതൊക്കെ സഹിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. അതിനെല്ലാം മാനേജ് ചെയ്യുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. എന്റെ പിതാവിനെ കർത്താവ് ബലപ്പെടുത്തി എല്ലാ കാര്യങ്ങളും തരണം ചെയ്യുവാൻ എന്റെ പിതാവിന് കർത്താവ് കൃപ കൊടുത്തു. 2 ആഴ്ചകൾക്ക് ശേഷമാണ് എന്റെ മമ്മി തിരിച്ച് ഭവനത്തിൽ കയറി വരുന്നത്. ഞാൻ അന്ന് മമ്മി വരുന്നതിന്റെ അന്ന് എനിക്ക് ഡ്യൂട്ടി തുടങ്ങിയാണ്. ഞാൻ എങ്ങനെ ഈ മമ്മിയോട് ഈ കാര്യം പറയുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. 2 ദിവസം കഴിയട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ ദേവദാസനും 2-3 സഹോദരങ്ങളും വന്ന് ഞങ്ങളുടെ മമ്മിയോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. മമ്മി വളരെയധികം തകർന്നു പോയി. മമ്മി വിചാരിക്കുന്നത് ചേച്ചി അവിടെ ജീവനോടെ ഉണ്ടെന്ന്. ഒരിക്കലും മമ്മി വിചാരിക്കുന്നില്ല അവൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു എന്ന്. അങ്ങനെ ഒരു അവസ്ഥയായി. മമ്മി വളരെയധികം തകർന്നുപോയി. പക്ഷെ കർത്താവ് മമ്മിയെ സൗഖ്യത്തോടെ തിരിച്ച് മടക്കി വരുത്തുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചതല്ല. അത്ര മാത്രം മമ്മിയാണ് സിക്കിലേക്ക് ആദ്യം കടന്നുപോയത്. പക്ഷെ മമ്മിയെ കർത്താവ് ബലപ്പെടുത്തി സൗഖ്യത്തോടെ തിരിച്ചു കൊണ്ടുവന്നു. മമ്മി ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോ തന്നെ മമ്മി ആകെ തകർന്നു പോയി. മമ്മി ആഹാരം കഴിക്കത്തില്ല, മമ്മി കരച്ചില് തന്നെ കരച്ചില്. എനിക്കറിയത്തില്ല പപ്പ അതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്ന. അത്രത്തോളം മമ്മി ആ അവസ്ഥയിലൂടെ കടന്നുപോയി. കർത്താവ് എല്ലാ ദൈവമക്കളും ഞങ്ങൾക്ക് വേണ്ടി, അനേക ദൈവമക്കള് പ്രാർത്ഥിക്കുവാനും അനേക ദൈവമക്കള് ഫോണിൽ വിളിക്കുവാനും ബലപ്പെടുത്തുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു. അതിന്റെ ഫലമായി മമ്മി ഓരോ ദിവസവും റിക്കവറായി വന്നു. പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് മമ്മി പിന്നെ അടുത്ത ഈ കോവിഡ് കഴിഞ്ഞ ശേഷം മമ്മിക്ക് ഓരോരോ അവസ്ഥകൾ, പിന്നെ യൂറിൻ ഇൻഫെക്ഷൻ, ശ്വാസം മുട്ടല്, ഇങ്ങനെ ഓരോന്നായി പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും, തിരിച്ചു വരും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും, തിരിച്ചു വരും. അങ്ങനെ 2 ആഴ്ചയ്ക്ക് ശേഷം പിന്നെയും മമ്മി 1 ആഴ്ച കിടന്നു, പിന്നെയും തിരിച്ചു വന്നു. അത് കഴിഞ്ഞ ശേഷം ഏകദേശം ഒരു 3 വീക്സ് കഴിഞ്ഞ ശേഷം പെട്ടെന്ന് എന്റെ അച്ഛന്റെ പപ്പായിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി CABG ചെയ്തു. അങ്ങനെ അതിലൂടെ കർത്താവ് ഒരു വിടുതൽ കൊടുത്തു. എന്റെ പപ്പായെ തിരിച്ച് കർത്താവ് കൊണ്ടുവന്നു. പിന്നെയും അടുത്ത 2 ആഴ്ച കഴിയും, പിന്നെയും മമ്മി സിക്കാവും. മമ്മിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി വളരെയധികം ബുദ്ധിമുട്ടിലൂടെ ഞങ്ങൾ കടന്നുപോയി. എനിക്കറിയത്തില്ല, സഹായിപ്പാൻ വേറെ ആരുമില്ല. ദൈവത്തിന്റെ ദൂതന്മാരെ അയച്ച് എന്നെ വിടിവിക്കുന്നത് പോലെ ദൈവത്തിന്റെ ദൂതന്മാരെ അയച്ച് എന്നെ കർത്താവ് സഹായിപ്പിച്ചു. ഓരോ കാര്യത്തിലും കർത്താവിന്റെ കരുതലുകൾ കാണുക എന്റെ ജീവിതത്തിൽ കർത്താവ് തന്നു, ഇടയാക്കിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല. അതുപോലെ അവസ്ഥകളിലൂടെ ഞാൻ കടന്നുപോയി. പിന്നെ എന്റെ മമ്മി പിന്നെയും അടുത്ത 2 ആഴ്ച കഴിയും, പിന്നെയും മമ്മി അഡ്മിറ്റ് ആവും, പിന്നെയും മമ്മി തിരിച്ചു വരും. അങ്ങനെ ഒരു അവസ്ഥ മമ്മിയുടെ ജീവിതത്തിൽ വന്നു. ഞങ്ങള് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുക, ഇവിടെ നിന്ന് ഫോണിൽ പറയുക അല്ലാതെ വേറൊരു നിവൃത്തിയില്ല. അതുപോലത്തെ അവസ്ഥയായിരുന്നു. പക്ഷെ പപ്പായെ കർത്താവ് ബലത്തോടെ നിർത്തി. ഇതിനെല്ലാം മാനേജ് ചെയ്യുവാൻ പപ്പായിക്ക് കർത്താവ് ബലം കൊടുത്തു. അങ്ങനെ മമ്മി 1 വർഷക്കാലം നാട്ടില് ഇങ്ങനെ ബുദ്ധിമുട്ടുകളിലൂടൊക്കെ പോയെങ്കിലും കർത്താവ് സഹായിച്ചു. അത് കഴിഞ്ഞ് 2023 ഓഗസ്റ്റ് മാസം ഞങ്ങള് പപ്പായും മമ്മിയും വിസിറ്റിങ്ങിന് ഇവിടെ കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെ വന്ന് പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും പോകുവാനും ബലപ്പെടുവാനും എന്റെ കൂടെ ആയിരുന്നു. ഞാൻ ബലപ്പെടുത്തി ഓരോ വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുവാനും കർത്താവ് കൃപ ചെയ്ത് ഇവിടെ വന്നും. അനേക പ്രതികൂലങ്ങൾ എന്റെ മമ്മിയുടെ ജീവിതത്തിൽ വന്നു. മമ്മിയുടെ കണ്ണിന് സർജറി ചെയ്തതായിരുന്നു. ആ കണ്ണിന് സർജറി ചെയ്തിട്ട് കണ്ണിനങ്ങ് വേദന കൂടി, പ്രഷർ അങ്ങ് ഹൈ ആയി. ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, എന്റെ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി. ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ നോക്കിയപ്പോൾ, ഈജിപ്ഷ്യൻ ആയിരുന്നു, നോക്കിയപ്പോൾ കണ്ണിൽ ഭയങ്കര പ്രഷറാണ്, ഹൈ പ്രഷറാണ്. 4 തരം മരുന്നുകൾ കണ്ണിൽ ഒഴിക്കാനായിട്ട് എന്റെ മമ്മിക്ക് തന്നു. അതൊന്നും ഒഴിച്ചിട്ട് ഒരു കുറവില്ല. 1 ആഴ്ചയോളം ഒഴിച്ചു, ഒരു കുറവില്ല. 2 ആഴ്ച ഒഴിച്ചു, ഒരു കുറവില്ല. ഞാൻ പിന്നെയും ഡോക്ടറെ കൊണ്ട് കാണിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, സിസ്റ്ററെ ഇതിന് ഇനി സർജറി അല്ലാതെ വേറൊരു നിവൃത്തിയില്ല. ഈ 2-3 വീക്സ് ഇങ്ങനെ ഹൈ പ്രഷറോട് കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറൊന്നും ചെയ്യാനായിട്ട് പറ്റിയല്ല. ഞാൻ സർജറി ചെയ്തിട്ടില്ല, പക്ഷെ നിനക്ക് വേണ്ടി
സർജറി ചെയ്യാനാന്ന് പറയാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ദൈവസന്നിധി വന്ന് കരഞ്ഞു, കർത്താവെ വളരെ എക്സ്പെൻസ് ആണ് ഇവിടെ ക്യാഷില് സർജറി ഒക്കെ ചെയ്യണമെങ്കിൽ, കർത്താവെ അതൊന്നും താങ്ങുവാനുള്ള എനിക്കില്ല. എന്റെ മാതാപിതാക്കളെ നോക്കണം, എന്റെ അച്ചാച്ചന്റെ മാതാപിതാക്കളെ നോക്കണം, എല്ലാ കാര്യം ഞങ്ങളാണ് ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഒറ്റ ഒരു ആഗ്രഹമേ ഉള്ളൂ, ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കണം. അത് മാത്രമേ ഞാൻ ഈ അവസ്ഥയിൽ ഞാൻ അതാ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളത്. കർത്താവെ, എന്റെ ശരീരത്തിന് സൗഖ്യമില്ല, എന്റെ ശരീരത്തിന് സുഖമില്ല, പക്ഷെ എനിക്ക് വലിയ റെസ്പോൺസിബിലിറ്റീസ് എന്റെ ജീവിതത്തിലുണ്ട്. ഇതെല്ലാം നോക്കുവാനുള്ള കൃപ എനിക്ക് തരണം. എനിക്കതിന് ജോലി ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ ദൈവസന്നിധിയിൽ ഒരു യാക്കോബ് മല്ല് പിടിച്ച വന്ന പോലെ, കർത്താവെ നീ എന്നെ അനുഗ്രഹിച്ചല്ല ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞ അങ്ങനെ ഞാൻ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കാനിടയായി. ആ സമയങ്ങളിലാണ് ഇങ്ങനെ ചാനലുകളില് സാക്ഷ്യങ്ങൾ, അനുഭവ സാക്ഷ്യങ്ങൾ കടന്നു വരാനായിട്ടിടയായി. ആ അനുഭവ സാക്ഷ്യങ്ങളെല്ലാം എന്റെ ജീവിതത്തിൽ വലിയ ബലം പകരുവാനായിട്ടിടയായി തീർന്നു. എന്റെ ഓരോ അനുഭവ സാക്ഷ്യം കേൾക്കുമ്പോഴും എന്റെ ജീവിതത്തിൽ വളരെയധികം ബലപ്പെടുവാൻ കർത്താവ് ഇടയാക്കി. തളരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് അനുഭവ സാക്ഷ്യം വെക്കും ആരുടെയെങ്കിലും. അത് എന്റെ ജീവിതത്തിൽ വളരെയധികം ബലമായിരുന്നു. മമ്മി ഇങ്ങനെ പോയെങ്കിലും എന്റെ ശരീരത്തിന് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. എന്റെ ശരീരം ജോലിക്ക് പോകും, ബലം സൗഖ്യത്തോടെ അവിടെ വരെ പ്രാർത്ഥിക്കും, വേദന മാറും, ജോലി ചെയ്യും, തിരിച്ചു വരും. 2 വർഷത്തോളം ഞാൻ അനഫിലാറ്റിക് മെഡിക്കേഷൻ, ആർത്രൈറ്റിസിന്റെ 6000 റിയാലിന്റെ ഇഞ്ചക്ഷൻ എടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ സമയത്ത് ഡോക്ടറിനോട് പറഞ്ഞു, ഈ ഇഞ്ചക്ഷൻ നീ കണ്ടിന്യൂ ചെയ്യണം നിന്റെ ജീവിതകാലം മുഴുവൻ, അല്ലെങ്കിൽ ഈ ആർത്രൈറ്റിസ് സിംറ്റം നിനക്ക് എപ്പോഴും ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അതുകൊണ്ട് കണ്ടിന്യൂസ് നീ ഈ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറയാനായിട്ട് ഇടയായി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ അങ്ങ് സൗഖ്യദായകനാണ്, എനിക്ക് ഈ ഇഞ്ചക്ഷൻ ഇവിടുന്ന് ജോലി ഇല്ലാതെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഈ ഇഞ്ചക്ഷൻ എടുക്കും? എനിക്ക് യാതൊരു വരുമാനവുമില്ല, എനിക്ക് യാതൊരു ഇതുമില്ല. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ടിടയായി. എന്റെ സ്കിന്നിലും വളരെയധികം പ്രോബ്ലങ്ങളാണ്. സ്കിന്ന് ചൊറിഞ്ഞു പൊട്ടി എന്റെ ദേഹം എല്ലാം പൊട്ടിയിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ കറുത്തിരിക്കും, അങ്ങനെ ഒരു അവസ്ഥ. എല്ലാരും എന്നോട് ചോദിക്കാനായിട്ട് ഇതെന്താ റിൻസി. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ഹൃദയം തകരുന്ന അവസ്ഥ. ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ കടന്നുപോയി. മാനസികമായിട്ടും വളരെയധികം ഭാരം. ആ സമയത്താണ് ഞാൻ ആസാദി ചാനലിലെ പാസ്റ്റർ പിന്നി അവരുകള് ഒരു മെസ്സേജ് പറയാനായിട്ടിടയായി. ഈ യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം തൊട്ട് വായിക്കണം, അതിനകത്തിലെ ഓരോ വാക്കുകളും നിന്റെ പേര് എഴുതി വെച്ച് വായിക്കാനായിട്ട് പറയാനിടയായി. ആ വാക്യം ഞാൻ വായിക്കാനായിട്ട് യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം 28 തൊട്ട് 31 വരെ. നിനക്ക് അറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യ ദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ അവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഈ വാക്യങ്ങൾക്ക് മുമ്പിലെല്ലാം റിൻസ് ചേർത്ത് എഴുതി വന്ന് പറയാനായിട്ട് തുടങ്ങി. എല്ലാ ദിവസവും ഞാൻ പറയും, എനിക്ക് ശക്തി, ആ ഓരോ വാക്കുകളും എന്റെ ജീവിതത്തിൽ വിടുതലായി, ബലമായി, ശക്തിയായി മാറുവാൻ, വചനങ്ങൾ മാറുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ എന്റെ സ്കിന്നിലെ അസ്വസ്ഥതകൾ മാറുവാൻ തുടങ്ങി, എന്റെ ജോയിന്റുകളെ നീർക്കെട്ടുകൾ കുറയുവാൻ തുടങ്ങി. ഞാന് ഒരു മരുന്നും, എല്ലാ മരുന്നും കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുവാൻ, ഒരു 1.5 വർഷമായി ഒരു മരുന്നുമില്ലാതെ എല്ലാ മരുന്നും കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുവാൻ കർത്താവിനെ സഹായിച്ചു. ഞാന് ഇത് പറയുന്നത് അനേകർ എന്നെ കേൾക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ എന്റെ സാക്ഷ്യം അനുഗ്രഹമായി മാറും. രോഗികൾക്ക് സൗഖ്യദായകനുണ്ടെന്ന് എന്റെ ജീവിതത്തിൽ രുചിച്ചറിയുവാനായിട്ട് കർത്താവ് സഹായിച്ചു. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അളവറ്റ ശക്തി എന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എന്റെ ശരീരത്തിന് ചേഞ്ച് ആകാനായിട്ട് തുടങ്ങിയത്, എന്റെ സ്കിന്നിന് ചേഞ്ച് ആകാനായിട്ട് തുടങ്ങിയത്, എന്റെ ജോയിന്റ്സുകൾക്ക് ചേഞ്ച് ആകാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ കർത്താവിനെ ബലത്തോടെ, സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ ആയിരിക്കാൻ എന്റെ കർത്താവ് സഹായിച്ചു. ആ 5 വർഷക്കാലം ഞാൻ ജോലി ചെയ്തപ്പോൾ അനേകരെ കർത്താവ് എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. നീ നോക്ക്, നിന്നെപ്പോൾ സമപ്രായക്കാർ, നിന്റെ സെയിം അസുഖമുള്ളവർ ഇവിടെ കിടക്കുന്നു, പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ പൊക്കിയെടുത്ത് എന്തിനാ? ഇങ്ങനെയുള്ളവരെ ബലപ്പെടുത്തുവാൻ, അനേകർക്ക് ശക്തി നൽകുവാനാണ് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരുന്നതെന്ന് ആ
ഓരോ ഇതിലും പരിശുദ്ധാത്മാവിനെ എന്നോട് സംസാരിക്കാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും അടിക്കടിയായി വരുമ്പോൾ നമ്മൾ ഓർക്ക് ഇതെന്താണ്, എന്റെ കുറവ് കൊണ്ടാണോ ഇത് വരുന്നത്, എന്റെ കുറ്റം കൊണ്ടാണോ ഇത് വരുന്നതെന്ന് ഞാനും പലപ്പോഴും ദൈവസന്നിധിയിൽ ചോദിച്ചു. കർത്താവ് എന്നോട് പറഞ്ഞു, മോളെ, നിന്റെ മേലുള്ള വിളി വലിയ വിളിയാ. ആ വിളിക്കൊത്തവണ്ണം നീ ആയിത്തീരണമെങ്കിൽ നീ ഒരു പൊന്നുപോലെ പുറത്തു വരണം. ഒരു സ്വർണത്തെ എങ്ങനെ ഒരു തീയിൽ ഇട്ടാൽ അങ്ങനെ ശുദ്ധീകരിച്ചാണ് അതൊരു സ്വർണമായി പുറത്തു വരുന്നതെങ്കിൽ നീ അനേകർക്ക് സ്വർണമായി തീർന്നെങ്കിൽ നീ ഇതിലൂടെ എല്ലാം കടന്നു പോകണമെന്ന് എന്നോട് പറയുവാനായിട്ട് പരിശുദ്ധാത്മാവ് ഇടപെടാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ എപ്പോഴും ചർച്ചയിൽ ചെന്നിരിക്കുമ്പം എന്നോട് എല്ലാ ദേവദാസന്മാര് വരുന്നത് ആദ്യം എന്റെ തലയിലാണ് കൈവെക്കുന്നത്. നിന്നെ ഒരു ദെബോറയെ പോലെ ഉപയോഗിക്കും, നിന്നെ വിലാപത്തെ നിന്നെ നൃത്തമാക്കി തീർക്കും. ഞാനപ്പോ ദൈവത്തോട് പറയും, കർത്താവേ, എന്നും വിലാപമാ, നീ എന്നാ എന്നെ നൃത്തമാക്കുന്ന? വർഷങ്ങളായി ഞാൻ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക, ഒരു മാറ്റവുമില്ല. അപ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടു. യോസഫിന്റെ ജീവിതം, യോസഫിനെ നീ ഒന്ന് ഓർത്തു നോക്കിക്കേ. അനേക സഹോദരന്മാർ തള്ളപ്പെട്ടു. ആ ജീവിത പൊത്തിഫേറിന്റെ ഭവനത്തിൽ ചെന്നു, അവിടെയും കാരാഗ്രഹത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നുപോയി. ആ അവസ്ഥയിൽ നിന്നാണ് അവനെ രാജസ്ഥാനത്തിലേക്ക് കർത്താവ് എത്തിച്ചെങ്കിൽ നിന്നെ അതിൽ എത്ര കാലഘട്ടം ഉണ്ടായിരുന്നെന്ന് എന്നെ ദൈവാത്മാവ് ചോദിച്ചു. അതിന് എത്ര കാലഘട്ടത്തിലൂടെയാണ് പോയിട്ടാണ് ആ ഒരു അവസ്ഥയിലേക്ക് യോസഫ് വന്നതെങ്കിൽ നിന്റെ ഈ കാലഘട്ടം ഓർത്ത് നീ ചിന്തിക്കേണ്ട. നിന്റെ കഷ്ടതയെ ഞാൻ വെള്ളം പോലെ ഒഴുക്കുന്ന ദൈവമാണ്. ആ എന്റെ കഷ്ടതകളെല്ലാം വെള്ളം പോലെ ഒഴുക്കിക്കളയ ദൈവമാണ് എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടു. അങ്ങനെ ഞാൻ എന്നെ ബലപ്പെടുത്തി ഓരോ ദിവസവും കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. എന്റെ ബലം കുറയുമ്പം എന്റെ കാലിന് വേദന വരും. ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ പെട്ടെന്ന് എനിക്ക് കാലുവേദന വരും. അപ്പൊ എനിക്ക് സിഗ്നൽ കിട്ടി എന്റെ പ്രാർത്ഥിക്കാനുള്ള സമയമായി. അപ്പൊ ഞാൻ ആരെങ്കിലും ഡ്യൂട്ടിയിലുണ്ടോ അവരെ വിളിച്ച് ഓടിക്കൊണ്ടുവരും. വിളിച്ചിട്ട് പറയും, വേഗം വാ, എനിക്ക് അർജന്റ് വിഷയമുണ്ട്. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ ചിലര് വരത്തില്ല. അപ്പൊ അർജന്റ് വിഷയമുണ്ടെന്ന് പറഞ്ഞാൽ അവർ ഓടി വരും. എന്താ അർജന്റ് എന്നറിയാൻ? വേറെ ഫ്ലോറിൽ നിന്നാ, നമ്മുടെ ഫ്ലോറിൽ വേറെ ആരുമില്ല, വേറെ ഫ്ലോറുകളിലുള്ളവരെ ഞാൻ വിളിക്കും. അങ്ങനെ 2 മിനിറ്റ് ഏതെങ്കിലും റൂമിൽ കൂട്ടി നിന്ന് 2 മിനിറ്റ് പ്രാർത്ഥിക്കുക. ആ 2 മിനിറ്റ് കൊണ്ട് എന്റെ അവസ്ഥ മാറും. അങ്ങനെ കർത്താവ് എന്നെ പഠിപ്പിച്ചു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തെ അതിലൂടെ എനിക്ക് നിയോഗം കർത്താവ് തരുവാനായിട്ട് ഇടയായി. അതുകൊണ്ടാണ് നിന്റെ ഈ അവസ്ഥ. അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ കൊടുക്കാനിടയായി. 5 വർഷക്കാലം ജോലി ചെയ്തു. ആ 5 വർഷം ജോലി ചെയ്യുന്ന എന്റെ 5ന്റെ കോൺട്രാക്ട് തീരാറായപ്പോ എനിക്ക് വളരെയധികം പ്രതികൂലങ്ങള് ഞങ്ങളുടെ പുതിയൊരു സൂപ്പർവൈസർ വന്നു. ആ സൂപ്പർവൈസറിൽ നേരിട്ടു. ഞാൻ ഓർത്തു, കർത്താവേ, എന്താണ് എനിക്ക് ഈ പ്രതികൂലം? ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഞാൻ ഇനി അവിടുന്ന് മാറണമെന്ന്. കണ്ടിന്യൂ എങ്ങനെയും കഷ്ടപ്പാടാണേലും കുഴപ്പമില്ല, ബാക്കി അങ്ങ് പൊക്കോളുമല്ലോ, ഓരോ ദിവസം താവിനെ കൃപ കൊണ്ട് പോവുക, അങ്ങനെ പൊക്കോളുമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ പൊക്കോണ്ടിരുന്ന സമയത്ത് എനിക്ക് എന്റെ കോൺട്രാക്ട് തീരാൻ 2 മാസമേ ഉള്ളൂ. നമ്മൾ റിസൈൻ കൊടുക്കണേ 2 months ബിഫോർ കൊടുക്കണം. ആ സമയത്ത് എനിക്ക് വളരെയധികം പ്രതികൂലങ്ങൾ എന്റെ സൂപ്പർവൈസറും നേരിട്ടു. ഞാൻ അറിയാത്ത വിഷയങ്ങളിലും വളരെയധികം പ്രതികൂലങ്ങൾ നേരിട്ടു. എന്റെ വീട്ടിലും ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്താണ് എന്റെ ശരീരത്തിലും ഉണ്ട് പ്രശ്നങ്ങൾ. ആ സമയത്ത് ഇതിലൂടെ വന്ന് എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്തൊരവസ്ഥ. അന്നേരം എന്റെ അടുത്ത് ദേവദാസനിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് നിന്റെ റൂട്ട് മാറ്റുന്ന ഒരു അനുഭവത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നു എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് റിസൈൻ കൊടുത്തു. ഞാൻ ഓർത്തു ഇനി ഒരു ക്ലിനിക്കിലൊക്കെ കയറി സമാധാനമായിട്ട് ഒരു ജോലി ചെയ്ത് വചനമൊക്കെ വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ടൈം കിട്ടും. ഇവിടെ ആണെങ്കിൽ 12 മണിക്കൂർ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് ഒന്നിനും സമയമില്ല. വളരെയധികം ഭാരമാണ്. വേണ്ട പോലെ പ്രാർത്ഥിക്കാനോ വേണ്ട പോലെ ആത്മീയമായിട്ട് വരുവാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയാണ്. ഞാൻ എന്റെ ഹൃദയത്തിൽ വളരെ കുഞ്ഞിലെ തൊട്ടേ വളരെ ആഗ്രഹമുണ്ട് ആത്മീയമായിട്ട് വളരണം, അനേകർക്ക് അനുഗ്രഹമായി മാറണം, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ എന്റെ കുഞ്ഞിലെ തൊട്ടേ ഉള്ള ഒരു ആഗ്രഹമാണ്. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് എന്നെ കൊണ്ട് ഈ സൗദി അറേബ്യയിൽ എന്ത് ചെയ്യാനാ? ഇവിടെ അതിനുള്ള ഒരു അവസരങ്ങളുമില്ല. ഈ കോവിഡ് സമയത്താണ് ഈ സൂം മീറ്റിങ്ങുകൾ ഇതെല്ലാം വന്നത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവസരങ്ങളാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുവരെയും ഒരാളോട് സുവിശേഷം പറയാനും കൂട്ടുകാരെ കിട്ടും അങ്ങനെ പറയും, അല്ലാതെ വേറെ യാതൊരു ഇതും നമുക്കില്ല.
അപ്പം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, നമുക്ക് പറയണമെങ്കിലും അത്രമാത്രം കൃപ നമ്മളിൽ വന്നെങ്കിൽ മാത്രമേ ഒരാളോട് ദൈവവചനത്തിന് ഷെയർ ചെയ്യുവാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ. അത് എനിക്ക് പ്രാപിച്ചെടുക്കാനായിട്ട് പറ്റുന്നില്ല. എന്നുവെച്ചാൽ എനിക്ക് വളരെയധികം പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ല, വചനം വായിക്കാനായിട്ട് പറ്റുന്നില്ല. ഹെവി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ട്. അങ്ങനെ ഞാൻ ആയിരുന്ന സമയത്ത് ഞാൻ റിസൈൻ കൊടുത്തു. എല്ലാരും എന്നോട് പറഞ്ഞു, റിൻസി ഒരു കാര്യം ചെയ്ത്, റിൻസിക്ക് ഇനി ഹോസ്പിറ്റലൊന്നും ജോലി ചെയ്യാനുള്ള കഴിവ് ആരോഗ്യമൊന്നുമില്ല, റിൻസി ഒരു കാര്യം ചെയ്യേ, വല്ല ക്ലിനിക്കിലും കയറാം. അപ്പം ഞാൻ എപ്പോഴും വിശ്വാസം മാത്രമേ ആരോടും പറയത്തുള്ളൂ. ഞാൻ പറയാം, യഹോവ കരുതിയിട്ടുണ്ട്, അങ്ങനെ പറയാനായിട്ട് ഇടയായി തീർന്നു. എന്റെ മനസ്സിലുണ്ട് ഒരു ക്ലിനിക്കിൽ കയറണമെന്ന്. അങ്ങനെ ഞാൻ ഒരു ക്ലിനിക്കില് ഒരു ഇന്റർവ്യൂ ഇല്ലാതെ എന്റെ കൂട്ടുകാരി എന്റെ ബയോഡാറ്റ കൊടുത്ത് എനിക്ക് ഓഫർ ലെറ്റർ മേടിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ആ ക്ലിനിക്കിലുള്ള ഒരു ചേച്ചിയെ ഞാൻ വിളിക്കാനായിട്ട് ഇടയായി. ആ ചേച്ചി എന്നോട് പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞു. അപ്പൊ ഇത് വേറൊരു ചേച്ചി, എന്റെ കൂട്ടുകാരി വേറൊരു ചേച്ചി അത് കേട്ടു. ആ ചേച്ചി എന്നെ വിളിച്ചു, റിൻസി ഇതുപോലെ വേറൊരു ഹോസ്പിറ്റൽ ഇവിടെ ഓപ്പൺ ആകുന്നുണ്ട്, ഞാനും അവിടേക്ക് കൊടുത്തിട്ടുണ്ട്, ആ ഹോസ്പിറ്റലിലേക്ക് റിൻസി കൊടുക്കണം പറഞ്ഞുകൊണ്ട് ആ ചേച്ചി എന്നെ വിളിക്കാനായിട്ട് ഇടയായി. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ കൊടുക്കുകയും നഴ്സറി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ട് എനിക്ക് സെലക്ഷൻ ആവുകയും ചെയ്തു. അങ്ങനെ ഞാൻ 1 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. അവിടെ മുതലാണ് എന്റെ ആത്മീയ ജീവിതത്തിൽ വളരുവാനായിട്ട് കർത്താവ് സഹായിച്ചത്. പ്രാർത്ഥിക്കാനും വചനം വായിക്കാനും അനേകരോട് ബലപ്പെടുത്തുവാനും ഒക്കെ കർത്താവ് എനിക്ക് അവസരങ്ങളെ തന്നു. ഞാൻ എപ്പോഴും എന്നും രാവിലെ പ്രാർത്ഥിക്കും, കർത്താവെ ഇന്ന് ആരോടാണ് ഞാൻ വചനം ഷെയർ ചെയ്യേണ്ടത്, എന്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടത്, അതിനുള്ള വ്യക്തിയെ കർത്താവ് എന്റെ മുമ്പിൽ കൊണ്ടുവരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ആ സമയത്ത് തന്നെ അന്നത്തെ ദിവസം കർത്താവ് അങ്ങനെ എനിക്ക് എന്റെ അടുത്ത് ഓരോരുത്തരെയും കൊണ്ടുവരാനായിട്ടിടയായി. എന്റെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തരെയും വേണ്ട ആർക്കാണ് ആവശ്യം അവരെ എന്റെ അടുത്ത് കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീരും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ ബലപ്പെടുത്തുവാനും അവരുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുവാനും ഒക്കെ കർത്താവ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് എന്റെ മമ്മിയും പപ്പായും ഇപ്പം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നാട്ടിൽ കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് വളരെയധികം പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, നിന്ദകളുടെ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നു. അവിടെയൊക്കെയും കർത്താവ് കോവിഡ് വന്ന് മരിച്ചതിന്റെ പേരിലൊക്കെ എന്റെ ചേച്ചിയുടെ വിഷയത്തിലൊക്കെ ഒത്തിരി നിന്ദയുടെ അനുഭവങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. പക്ഷെ അവിടെയൊക്കെയും എന്റെ മാതാപിതാക്കളെ ബലത്തോടെ, ഇവിടുന്ന് ബലത്തോടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ എന്റെ മമ്മി പോയതുകൊണ്ട് അതിനെയൊക്കെ തരണം ചെയ്യുവാൻ എന്റെ മമ്മിക്ക് കർത്താവ് കൃപ ചെയ്തു. എന്റെ പപ്പായ്ക്ക് കർത്താവ് കൃപ ചെയ്തു. എന്നെയും കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്റെ ചേച്ചിക്ക് ഒരു മോനാണുള്ളത്. അവന് അന്ന് 6ാം ക്ലാസ്സിലായിരുന്നു പഠിക്കുന്നത്. ഞങ്ങൾ ഓർത്തു അവനെ എങ്ങനെ നമ്മള് ഇത് ചെയ്യുമെന്ന് വിചാരിച്ചു. അവനും കർത്താവ് ഒത്തിരി ബലം കൊടുത്തു. ഇപ്പൊ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ചേട്ടന് മാതാപിതാക്കള് ഒരു 3-4 വർഷം മുമ്പ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടായിരുന്നു. ചേട്ടൻ തന്നെയായിരുന്നു വിശ്വാസത്തിൽ വന്നത്. എന്റെ മാതാപിതാക്കള് വിവാഹം ആലോചിച്ച് ഒരു വിവാഹം നടത്തി കൊടുക്കുവാനൊക്കെ കർത്താവ് എന്റെ മാതാപിതാക്കളെ ഇടയാക്കി. അവര് സന്തോഷത്തോടുകൂടെ ആയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാന് ഇത്രത്തോളം കർത്താവിനെ നടത്തിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ആരോഗ്യത്തോടെ, ബലത്തോടെ, സൗഖ്യത്തോടെ നിർത്തിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ദൈവവൈതലെ, പ്രതികൂലങ്ങളിൽ, പ്രയാസങ്ങളിൽ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് നിന്നെ പറ്റി ഒരു പദ്ധതിയുണ്ട്. കർത്താവിന്റെ പദ്ധതി ഇല്ലാതെ ആരെയും കർത്താവ് സൃഷ്ടിച്ചിട്ടില്ല. ആ പർപ്പസിലേക്ക് കടന്നു വരാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം കടന്നു വരുന്നത്. ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് നിരാശപ്പെടാതെ ബലത്തോടെ, ബലത്തോടെ അതിനെ നേരിട്ട് ജീവിതം നയിപ്പാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നേരുന്നു. ആമേൻ. പ്രൈസ് ലോർഡ് സിസ്റ്റർ, പ്രൈസ് ലോർഡ്. കർത്താവ് സഹായിക്കട്ടെ. ധാരാളം കൃപയാൽ കർത്താവ് പിന്നെ നിറയ്ക്കട്ടെ. അനേക ജീവിതങ്ങൾക്ക് സിസ്റ്ററിനെ കർത്താവ് ഒരു ആശ്വാസവും തണലും തണുപ്പുമാക്കി തീർക്കട്ടെ. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കർത്താവ് നമ്മെ ഹല്ലേലൂയ ശക്തിയോടും ബലത്തോടും ദൈവത്തിന്റെ കൃപയോടും കൂടെ നിർത്തുമെന്നുള്ളതിന് ഒരു ഉത്തമമായ ഒരു ഉദാഹരണമാണ് നാം ഇത്രയും നേരവും കേട്ടുകൊണ്ടിരുന്നത്. ഒരു കർത്താവിന്റെ ദാസിയെ കർത്താവ് സഹായിക്കട്ടെ. സിസ്റ്റർ ദൈവസന്നിധിയിൽ 1 മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സിസ്റ്റർ പ്രാർത്ഥിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Hallelujah. Sister പ്രാർത്ഥിച്ചാട്ട്. ആമേൻ. പ്രാർത്ഥിച്ചാട്ട്. Praise the Lord.
ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ ആയിരിക്കാൻ കർത്താവേ, ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് ഇടയാക്കി കൃപയ്ക്കായ സ്തോത്രം. അനേക ആയിരങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറുവാൻ, വിടുതലായി മാറുവാൻ, സൗഖ്യമായി മാറുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ കർത്താവേ. സ്തോത്രം കർത്താവേ. ഈ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ ദാസിക്ക് കർത്താവ് കൊടുത്ത കൃപയ്ക്കായ സ്തോത്രം. എല്ലാ മേഖലയിലും യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിന്റെ വലിയ വിടുതലുകൾ കാണുവാൻ, അത് കർത്താവെ നന്മയായി വ്യാപരിക്കുവാൻ, ഇരട്ടി പ്രതിഫലം കൊടുക്കുന്ന നാളിൽ ഇരട്ടി പ്രതിഫലം നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. അടികളെ താഴ്ത്തുന്നു, കൃപയിൽ പൊതിയണം. പ്രാർത്ഥനയാൽ കേട്ടതിനായ സ്തോത്രം. സകല കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സിസ്റ്റർ, ഗോഡ് ബ്ലെസ് യു. കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു.